ഹായ് ഫ്രണ്ട്സ്, സേഫ് ഡ്രൈവിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഓട്ടോമൊബൈൽ സംബന്ധമായിട്ടുള്ള വീഡിയോസുകൾ, അതായത് വർക്ക്ഷോപ്പ് സംബന്ധമായിട്ടുള്ളത്, മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ളത്, വാഹനങ്ങൾ സംബന്ധമായിട്ടുള്ളത്, അതുപോലുള്ള വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടനെ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽച്ചിനത്തെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസുകളെല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാവും. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഓയിൽ ലൈറ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഏകദേശം എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ ഒരു ലൈറ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും, മിക്കവാറും കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇതിൻ്റെ ഉപയോഗം എന്താണെന്നും ഇത് കത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും, കത്തിക്കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും, ഇതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. തീർച്ചയായും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിമ്പിളാണ് ഈ ഒരു ഓയിൽ ലൈറ്റ് എന്ന് പറയുന്നത്. അത് പ്രോപ്പർ സമയത്ത് അത് കത്തുകയും വേണം, പ്രോപ്പർ സമയത്ത് അത് ഓഫാകുകയും വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാനും, എഞ്ചിൻ പണിയൊക്കെ വന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചെറിയ ഒരു പൈസയിലൊന്നും അല്ല നിൽക്കുന്നത്, വളരെ വലിയൊരു എമൗണ്ട് തന്നെ നമുക്ക് ഇതിന് വേണ്ടി എഞ്ചിൻ ശരിയാക്കുന്നതിന് വേണ്ടി എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു ഓയിൽ ലൈറ്റ് നിങ്ങൾ പ്രോപ്പർ കണ്ടീഷനിൽ കത്തുകയും വേണം, പ്രോപ്പർ കണ്ടീഷനിൽ ഓഫ് ആകണം. ഏതാണ് ഈ പ്രോപ്പർ കണ്ടീഷൻ? എഞ്ചിൻ ഓയിൽ ലൈറ്റ് എപ്പോഴൊക്കെ കത്തണം, എപ്പോഴൊക്കെ ഓഫ് ആകണം, ഇത് ജസ്റ്റ് ഞാനിന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ വാഹനത്തിൽ കയറി ഇന്ന് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വണ്ടിയുടെ ഇഗ്നേഷൻ ഓണാക്കി, അതായത് ചാവി ജസ്റ്റ് ഒന്ന് ഓണാക്കി, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഇഗ്നേഷൻ മാത്രം ജസ്റ്റ് ഒന്ന് ഓണാക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൽ ഇത് ലൈറ്റുകളെല്ലാം തന്നെ തെളിഞ്ഞു വരും. അതായത് മീറ്റർ ബോർഡിലെ ലൈറ്റുകളെല്ലാം, വാർണിംഗ് ലൈറ്റുകളെല്ലാം തെളിഞ്ഞു വരും. അതിൽ തന്നെ ആ വാർണിംഗ് ലൈറ്റുകളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലൈറ്റും കാണണം, ഈ ഒരു ഓയിൽ ലൈറ്റ് കാണണം. കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ പോയിട്ട്, അല്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ നിന്ന് ഇലക്ട്രീഷ്യനെ വിളിച്ചു കൊണ്ടുവന്ന്, മെക്കാനിക്കിനെ ഇലക്ട്രീഷ്യനെ വിളിച്ചുകൊണ്ടുവന്ന് എന്തുകൊണ്ടാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഓയിൽ ലൈറ്റ് ഇഗ്നേഷൻ ഓണാക്കുമ്പോൾ കത്താത്തത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, അത് കറക്റ്റ് ചെയ്യുകയും ചെയ്യുക. കാരണം എന്ന് പറയുന്നത് കത്താതിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അതിൻ്റെ എന്തെങ്കിലും ബാറ്ററിയുടെ പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും വയർ ഡാമേജ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്വിച്ച് കംപ്ലൈൻറ്റ് ഉണ്ടോ, അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ കത്താതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഗ്നേഷൻ ഓണാക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കത്തണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ഓയിൽ പ്രഷർ അല്ലെങ്കിൽ ഓയിൽ ലൈറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. നമ്മൾ അറിയാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കും, വണ്ടിയിലെ ഓയിൽ സംബന്ധമായ എന്തെങ്കിലും പ്രോബ്ലംസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ പോവും, അത് നമ്മുടെ വാഹനത്തിന് എഞ്ചിൻ കംപ്ലൈൻറ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇഗ്നേഷൻ ഓണാക്കുമ്പോൾ തീർച്ചയായിട്ടും ഓയിൽ ലൈറ്റ് കത്തിയിരിക്കണം. കത്താതെ നിങ്ങൾ വാഹനം ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യരുത്. അത് നിങ്ങൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ചാവി ഓണാക്കി ഓയിൽ ലൈറ്റ് കത്തി, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, വണ്ടി സ്റ്റാർട്ടായി, എഞ്ചിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ 1-2 സെക്കൻഡിനകത്ത് വെച്ച് തന്നെ, ഏകദേശം 2-3 സെക്കൻഡിനകത്ത് വെച്ച് തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൽ ഈ ഒരു ഓയിൽ ലൈറ്റ്, നേരത്തെ കണ്ട ഓയിൽ ലൈറ്റ് ഓഫാകുകയും വേണം. മനസ്സിലായില്ലേ? ഓഫാകുകയും വേണം. കത്തിയിരിക്കുന്ന ഓയിൽ ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഫാകുകയും വേണം. ഓഫായാൽ മാത്രമേ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഓയിൽ പ്രഷർ അല്ലെങ്കിൽ ഓയിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിയെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കറക്റ്റ് പ്രഷറിൽ എത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഓയിൽ ലൈറ്റ് ഓഫ് ആയില്ലെങ്കിൽ എന്താണ് പ്രോബ്ലംസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ചിലപ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഓയിൽ കുറവായിരിക്കും, നിങ്ങളുടെ വാഹനത്തിന് എഞ്ചിൻ്റെ അകത്തുള്ള ഓയിൽ കുറവായിരിക്കും. ഓയിൽ കുറവായത് കൊണ്ട് കറക്റ്റ് പ്രഷർ കിട്ടാത്തത് കൊണ്ട്, ഓയിൽ ഗാലറിയിൽ കറക്റ്റ് പ്രഷർ കിട്ടാത്തത് കൊണ്ട് നിങ്ങളുടെ ഓയിൽ ലൈറ്റ് കത്തുന്നതായിരിക്കാം. അത് നിങ്ങളുടെ കറക്റ്റ് പ്രഷറിൽ നിങ്ങളുടെ എഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളും ഓയിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകും എന്നുള്ളതാണ്. അത് നിങ്ങൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ ഓയിൽ പമ്പ്, നിങ്ങളുടെ വാഹനത്തിൻ്റെ നിങ്ങളുടെ എഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓയിൽ എത്തിക്കുന്ന ഓയിൽ പ്രഷർ പമ്പ് ചിലപ്പോൾ ഡാമേജ് ആയിരിക്കാം, വീക്കായിരിക്കാം. അപ്പോൾ അതുകൊണ്ടും നിങ്ങളുടെ ഓയിൽ ലൈറ്റ് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ശേഷം ഇങ്ങനെ കത്തി നിൽക്കും. അപ്പോൾ അത് സംഭവിക്കും, നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളും ഓയിൽ എത്താതെ, ലൂബ്രിക്കേഷൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സംഭവിക്കാതെ എഞ്ചിൻ കംപ്ലൈൻ്റ് ആകും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിൻ്റെ ഓയിലിൻ്റെ പ്രശ്നം. അതായത് ചിലപ്പോൾ കറക്റ്റ് ഗ്രേഡിൻ്റെ ഓയിലായിരിക്കില്ല നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓയിൽ വളരെയേറെ പഴക്കം ചേർന്നു, മാറ്റിൻ്റെ സമയമൊക്കെ കഴിഞ്ഞുവെങ്കിലും ഇതേപോലെ ഓയിൽ ലൈറ്റ് കത്തി തന്നെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഓയിൽ ഫിൽറ്റർ എന്തെങ്കിലും കാരണത്താൽ ബ്ലോക്ക് ആയാലും ഇതേപോലെ കത്തി നിൽക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലംസൊക്കെ മാറും. ഒരു കാരണവശാലും ഓയിൽ ലൈറ്റ് കത്തിക്കൊണ്ട് നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത ശേഷം ഓയിൽ ലൈറ്റ് കത്തി തന്നെ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്തിട്ട് നിങ്ങൾ വർക്ക്ഷോപ്പിൽ പോയിട്ട് ഒരു ടെക്നീഷ്യനെ കാണിക്കുക, എന്തുകൊണ്ടാണ് ഓയിൽ ലൈറ്റ് ഓഫ് ആകാത്തത്. അപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൽ ചെറിയ മൈന്യൂട്ടായിട്ട് ചില പ്രോബ്ലംസ് ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ കത്തി നിൽക്കുന്നത്. നമ്മളത് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുക. ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അത് നമ്മൾ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ എഞ്ചിൻ തന്നെ കംപ്ലൈൻ്റ് ആയി പോകും. വളരെ വലിയൊരു എമൗണ്ട് തന്നെ നമ്മുടെ വാഹനത്തിന് എഞ്ചിൻ
റിപ്പയർ ചെയ്യുന്നതിനായിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടും വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സിമ്പിളാണിത്. ഈ ഓയിൽ ലൈറ്റ് എന്ന് പറയുന്നത് എല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുന്ന ഒരു സിമ്പിളാണ്. നമ്മളുടെ ഒരു ചെറിയൊരു അശ്രദ്ധ മാത്രം മതി. ഈ ഒരു ഓയിൽ ലൈറ്റ് അല്ലേ, കുഴപ്പമില്ല, അത് കത്തടിയില്ല, നമുക്ക് നമ്മളെല്ലാ ലൈറ്റുകളും പോലെ തന്നെയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും ഈ ഒരു സിമ്പിളിനെ, ഈ ഒരു ഓയിൽ ലൈറ്റിനെ നിങ്ങൾ അവഗണിച്ച് കളയരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. പലരും ഇത് അവഗണിച്ചത് മുഖേന പല എഞ്ചിൻ പ്രോബ്ലംസ് വന്ന് ചിലപ്പോൾ വളരെ വലിയൊരു എമൗണ്ട് തന്നെ എഞ്ചിൻ പണിക്കായിട്ട് ചിലവാക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.